പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ ഇൻഡോറിൽ പല ജീവികൾ വന്ന് കൂട് കൂട്ടുന്നുണ്ട്. അതായത് ചെറിയ തേനീച്ചകൾ, അതുപോലെ തന്നെ ചെറിയ പാമ്പുകൾ, പല ജീവികളും ഇതിൽ വന്ന് കൂട് കൂട്ടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യമൊന്നും അറിയില്ല. ഒന്നില്ലെങ്കിൽ പാമ്പോ മറ്റോ ചെറിയ സാധനങ്ങളൊക്കെ വന്ന് ഇൻഡോറിൻ്റെ യൂണിറ്റ് ബോർഡിലേക്കോ എല്ലാം കയറി ഷോർട്ടാകുമ്പോഴായിരിക്കും നമ്മൾ ഒരു കംപ്ലയിൻറ്റ് വന്ന് ടെക്നീഷ്യനെ വിളിക്കുമ്പോഴായിരിക്കും അത് ശ്രദ്ധിക്കുന്നത്. മാത്രമല്ല പിന്നൊന്നും സംഭവിക്കുന്നത്, തേനീച്ച പോലുള്ള സാധനങ്ങളൊക്കെ വന്ന് കൂട് കൂട്ടി അവിടെ ഇതിൻ്റെ ഡ്രൈനേജ് പൈപ്പ് ബ്ലോക്കാവും. അപ്പോൾ വെള്ളം നല്ലപോലെ വരുന്നത് അവിടെ ഫ്ലോപ്പാകുന്ന ഒരു പരിപാടിയുണ്ട്. ആ സമയത്തായിരിക്കും നമ്മളിത് ശ്രദ്ധിക്കുന്നതും. അതിന് പലരും ചെയ്യുന്നത് ഹിറ്റ് പോലുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് അടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ഹിറ്റ് പോലുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് അടിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. കാര്യം ഇതിൻ്റെ ബ്ലോക്ക് മാറ്റാതെ, ബ്ലോക്ക് റിലീസ് ചെയ്യാതെ ഇതിൻ്റെ കംപ്ലയിൻറ്റ് മാറില്ല. അതുപോലെ തന്നെ തേനീച്ച വീണ്ടും കൂട് വെക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ചെയ്യേണ്ടത് ആദ്യം ഒരു ടെക്നീഷ്യനെ വിളിച്ച് ഇതിൻ്റെ സർവീസ് കറക്റ്റായിട്ട് ചെയ്യുക, വാട്ടർ സർവീസ് ചെയ്യുക, ശേഷം ബ്ലോക്ക് റിലീസ് ചെയ്യുക. അതിനുശേഷം ഇതുപോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് അതിനെ ഇല്ലാതാക്കാനേ കഴിയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇത് ഡ്രൈനേജിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി ഡ്രൈനേജ് പൈപ്പിലേക്ക് ഇതുപോലെ നെറ്റ് പോലുള്ള എന്തെങ്കിലും കൊണ്ട് മറക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്, ഇതിൻ്റെ ഫിൽറ്റർ കുറേ നാൾ കഴിഞ്ഞ് ഇൻഡോറിലെ അഴുക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് ബ്ലോക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഒഴിവാക്കാനായിട്ട് ഇതിൻ്റെ സർവീസ് കൃത്യമായിട്ട് ചെയ്യുക. AC-യുടെ എഫിഷ്യൻസിയൊക്കെ നല്ലപോലെ വർദ്ധിക്കുന്നതായിരിക്കും. ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അതായത് കൂളിംഗ് എഫിഷ്യൻസി വർദ്ധിക്കുകയും AC-യുടെ ലൈഫ് കൂടുകയും അതുപോലെ തന്നെ കറണ്ട് ബില്ല് വർദ്ധിക്കുന്നതിന് പരിഹാരമാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇൻഡോർ പോലെ തന്നെ ഔട്ട്ഡോറും കൃത്യമായി സർവീസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒന്ന് AC-ക്ക് ലൈഫ് വർദ്ധിക്കും, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള ജീവികളുടെ ശല്യം ഒഴിവാകുന്നതാണ്.